നമ്മുടെ ചിന്തയിലേക്ക് പെട്ടെന്ന് ഞാൻ കിടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഏഞ്ചൽസ്, ദൂതന്മാർ. പ്രധാനമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കി. വേദപുസ്തകത്തിൽ നമ്മൾ പ്രധാന 3 ദൂതന്മാരെ കുറിച്ച് നമ്മൾ കണ്ടു. 1 മീഖായേൽ, 2 ഗബ്രിയേൽ, 3 ലൂസിഫർ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് ലൂസിഫർ ആരായിരുന്നുവെന്നും ലൂസിഫറിന്റെ ജോലി എന്തായിരുന്നുവെന്നും ആ ലൂസിഫറോടുകൂടെ എന്ത് സംഭവിച്ചുവെന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായിത്തീർന്നു. ആ പിന്നോട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് രാത്രി അതിൻ്റെ കണ്ടിന്യൂറ്റി ഞാൻ തുടങ്ങുകയാണ്. കഴിഞ്ഞ ആ പ്രാവശ്യം കടന്നു വരാത്ത ദയവായിട്ട് നിങ്ങൾ നോട്ടുകൾ അതിന് മുമ്പുള്ളവരുടെ നിന്ന് മേടിക്കുവാൻ കർത്താവ് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ദൂതന്മാരെ 4 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ കണ്ടത്. 4 ഗ്രൂപ്പ് ഓഫ് ദൂതന്മാർ. 4 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 4 കൂട്ടമെന്നല്ല, 4 പൊസിഷൻസ് ഉള്ള ദൂതന്മാരെ നമ്മൾ കണ്ടു. അതിനാധാരമായിട്ട് നമ്മൾ വായിച്ചത് എഫേസ്യ ലേഖനം 1-ാം അധ്യായവും അതോടൊപ്പം തന്നെ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം, എഫീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 21. അതോടൊപ്പം തന്നെ എഫേസ്യർ 6:12. ഈ 2 വാക്യത്തിൽ കൂടെ നമ്മൾ 4 പൊസിഷൻ നമ്മൾ കണ്ടു. 1 പ്രിൻസിപ്പാലിറ്റീസ്, 2 പവേഴ്സ്, 3 റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദിസ് വേൾഡ്, 4 സ്പിരിച്വൽ വീക്ക്നെസ് ഇൻ ഹൈ പ്ലേസസ്, 1 വാഴ്ചകൾ, 2 അധികാരങ്ങൾ, 3 ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി, 4 സോലോങ്ങിലെ ദുഷ്ടാത്മസേന. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, അഥവാ ഈ ലോകത്തിലൊരു രാജാവല്ല, പിന്നെയോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തി അഥവാ ഒരു ഏഞ്ചലാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അന്ന് നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ ഭൂമിയിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ സ്വർഗത്തിൽ ഒരു യുദ്ധം നടക്കുന്നുവെന്നും സ്വർഗത്തിൽ നടക്കുന്ന യുദ്ധം നമ്മളുമായിട്ടല്ല നടക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ ദൂതന്മാരും അന്ധകാര ശക്തിയുടെ ദൂതന്മാരും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. എന്നാൽ യുദ്ധത്തിൽ വിജയിക്കുവാനുള്ള കാരണം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ് ജയം സ്വർഗത്തിൽ നടക്കുവാൻ കാരണമായിരിക്കുന്നത്. ആ സ്വർഗത്തിൽ എടുക്കുന്ന ജയമാണ് ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന വിക്ടറി. അത് പിന്നീടായിരിക്കാം നമ്മൾ കാണുന്നത്. പക്ഷേ ആദ്യം സ്വർഗത്തിലാണ് ആ വിജയം നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പ്രധാനമായിട്ട് ഒരു ദേശത്തെ ആ രാജാവിൻ്റെ പിന്നിൽ നിന്ന് ആ ദേശത്തെ നയിക്കുന്ന ഒരു പ്രഭു എന്ന് നമ്മൾ കാണുവാനായിട്ടിടയായിത്തീരുന്നു. പോകട്ടെ, നമ്മൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ 4 പൊസിഷൻ നമ്മൾ വ്യാഖ്യാനിച്ചായിരുന്നോ? ഇല്ല. യെസ്, ഓക്കെ. ഈ പൊസിഷൻ ഞാൻ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട് അവസാനിപ്പിച്ച് ഇവിടെയാണ് തള്ളപ്പെട്ടതായിരിക്കുന്ന ദൂതന്മാർ അഥവാ പിശാചിനോടുകൂടെ ഈ ഭൂമിയിലേക്ക് തള്ളപ്പെട്ട ദൂതന്മാർ. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംഘം കോടിയാണ്, കോടി. അതാണ് ദൂതന്മാരുടെ സംഖ്യ. അതുകൊണ്ട് എണ്ണുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ ദൂതന്മാരിൽ 1/3 ഭാഗത്തെയും കൂടെ ലൂസിഫർ താഴേക്ക് കൊണ്ടുവരുവാനായിട്ട് കാരണമായി തീർന്നു. അപ്പോൾ പിശാച് ലൂസിഫർ പാപം ചെയ്തപ്പോൾ, അഥവാ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പിശാച് അന്ന് അത് ലൂസിഫറിനായിരുന്നു, ഷൈനിങ് വൺ. ആക്ച്വലി ആ ലൂസിഫർ എന്നുള്ള വേർഡ് അർത്ഥം എന്ന് പറയുന്നത് സ്പ്രെഡിങ് ദ ലൈറ്റ്, വെളിച്ചം പരത്തുന്നവൻ. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, പാമ്പ് എന്നുള്ളതിൻ്റെ ഒറിജിനൽ മീനിങ് എന്ന് പറയുന്നത് ദ ഷൈനിങ് വൺ, തിളങ്ങുന്ന ഒന്ന്. ഏദൻ തോട്ടത്തിൽ ഈ പാമ്പ് ഒരു വികൃത ജീവിയായിരുന്നില്ല, പകരം ഒരു ഷൈനിങ് വൺ ആയിരുന്നു. പിശാച് പ്രവർത്തിക്കുവാനായിട്ട് നോക്കിയപ്പോൾ ഇപ്രകാരം തിളങ്ങുന്ന ഒന്നിനെ കണ്ടാണ് പിശാച് കടന്നു വരുവാൻ കാരണമായത്. അപ്പോൾ ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. ഇപ്രകാരം പാപം ചെയ്തപ്പോൾ ഈ ലൂസിഫറിനോടുകൂടെ 1/3 ദൂതന്മാർ താഴേക്ക് കടന്നു പോരുവാനിടയായിത്തീർന്നു. 1/3 ദൂതന്മാർ. ഈ ദൂതന്മാരെ പ്രധാനമായിട്ട് 2ആയിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. 1 ഫ്രീ ഏഞ്ചൽസ്, സ്വതന്ത്രരായിരിക്കുന്ന ദൂതന്മാർ. 2 ചെയിൻഡ് ഏഞ്ചൽസ്, കെട്ടപ്പെട്ടതായിരിക്കുന്ന ദൂതന്മാർ. ചെയിൻഡ് ഏഞ്ചൽസ്, നമ്മൾ അശുദ്ധമായിരിക്കുന്ന ഏഞ്ചൽസിനെ ആണ് പഠിക്കുന്നത്. ഈ കെട്ടപ്പെട്ട ദൂതന്മാരെ 2 സ്ഥലങ്ങളിൽ കെട്ടിയിട്ടിരിക്കുന്നു, ബന്ധിച്ചിട്ടിരിക്കുന്നു. 1 അഗാധ കൂപം, ബോട്ടംലെസ് പിറ്റ്. 2 ടാർട്ടറസ്, അന്ധതമസ്. ഈ 2 സ്ഥാനത്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് കൊണ്ട് നമ്മളത് മുമ്പോട്ട് പോകുന്നില്ല. ഈ 2 സ്ഥലങ്ങളിലാണ്. അത് ഭൂമിക്ക് അടിയുള്ളതായിരിക്കുന്ന 2 തട്ടുകളാണ്.
കഴിഞ്ഞ ആഴ്ച നോട്ട് എഴുതിയെടുക്കുക, അതൊരു പെട്ടെന്ന് നോട്ട് എഴുതിയെടുക്കുക. ഈ ഭൂമിക്കടിയിൽ 4 തട്ടുകളുണ്ട്. ഭൂമിക്കടിയിൽ പാതാളം അഥവാ നരകം എന്ന് പറയുന്നത് 4 ഡിഫറെന്റ് അറകളാണ്. അതിൽ ഒന്നാമത്തെ അറയാണ് അബ്രഹാം പിതാവിന്റെ മടി അഥവാ പർദീസ, പാരഡൈസ്. രണ്ടാമത്തെ തട്ടാണ് പാതാളം, ഹെയ്റ്റ്സ്. ഹെയ്റ്റ്സ് എന്നാണ് അതിന്റെ ഗ്രീക്ക് വേർഡ്, ഹെയ്റ്റ്സ്. മൂന്നാമത്തെ തട്ടാണ് അഗാധകൂപം, റെവലേഷൻ ചാപ്റ്റർ 9 വേഴ്സ് 1. നാലാമത്തേതാണ് അന്ധതമസ്, ടാർട്ടറസ്. ഫസ്റ്റ് പീറ്ററിൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. ജൂഡ് ഈ ഭാഗങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അഞ്ചാമത്തെ പൊസിഷനാണ് ഇറ്റേണൽ ഹെൽ അഥവാ നരകം. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ ആദ്യം ഞാൻ പറഞ്ഞ 4 സ്ഥാനങ്ങളും ടെമ്പററി ഡ്വെല്ലിംഗ് പ്ലേസ്. അതിന് ഒന്ന് നോട്ട് ചെയ്താട്ട്, ടെമ്പററി ഡ്വെല്ലിംഗ് പ്ലേസ്. ടെമ്പററി ഡ്വെല്ലിംഗ് പ്ലേസ്. ടാർട്ടറസ് എന്നുള്ളതിന്റെ വാക്യം നോട്ട് ചെയ്താട്ട്, ജൂഡ് വേഴ്സ് 6. Jude verse 6. First Peter chapter 2 verse 4. ഈ 2 വാക്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ടെമ്പററി ഡ്വെല്ലിംഗ് പ്ലേസ്. 4 പൊസിഷൻസ്, ടെമ്പററി ഡ്വെല്ലിംഗ് പ്ലേസ്. നമ്മൾ ആദ്യം പഠിച്ച അബ്രഹാം പിതാവിന്റെ മടിയാകുന്ന പർദീസ, പാതാളം എന്നുള്ളത് ലൂക്ക് ചാപ്റ്റർ 16 verse 19 onwards. Luke 16 verse 22 and 23. 22-23. എന്താ സംഭവിച്ചത്? അബ്രഹാം പിതാവിന്റെ മടിയാകുന്ന പ്രദേശം പെട്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. പുതിയ ആൾക്കാരോട് മാത്രം ഞാൻ അത് പറഞ്ഞുതരാം. അബ്രഹാം പിതാവിന്റെ മടിയാകുന്ന പർദീസ് എന്ന് പറയുന്ന സ്ഥലം വിശുദ്ധ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് വരെ മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു അബ്രഹാം പിതാവിന്റെ മടിയാകുന്ന പർദീസ്. ഇറ്റ്സ് എ ഡ്വെല്ലിംഗ് പ്ലേസ്. അവർ ബോഡിയോടുകൂടിയല്ല, വിത്ത് എ സ്പിരിച്വൽ ബോഡി, സ്പിരിറ്റ് ബോഡി, അതോടുകൂടെ ഡ്വെല്ല് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ നിന്ന് മരിച്ചപ്പോൾ ഇവിടേക്കാണ് കടന്നുപോയത്. അതാണ് പാതാളത്തിലേക്ക് കടന്നുപോയെന്ന് കർത്താവ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദമിന്റെ കാലം മുതൽ കർത്താവായ യേശു ക്രിസ്തു ഉയർക്കപ്പെടുന്ന സമയം വരെയുള്ള മരിച്ചുപോയ വിശുദ്ധന്മാരെ കിടക്കുന്ന സ്ഥലമാണ് അബ്രഹാം പിതാവിന്റെ മടിയാകുന്ന പർദീസ. അത് ഭൂമിക്ക് അടിയിലുള്ള സ്ഥലമാണ്. നരകം ഭൂമിക്ക് അടിയിലാണെന്ന് അറിയാമല്ലേ? അറിയാമല്ലോ. വാക്യമല്ലോ ഉണ്ടോ? വെറുതെ ഞാൻ പറയുക അല്ലേ? കീഴിലുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. ഇതിനൊക്കെ വളരെ വ്യക്തമായിരിക്കുന്ന ഒന്നുണ്ട്. മോശയ്ക്കെതിരായിട്ട് നാദാബ്, അബീരാം കൂട്ടരൊക്കെ എഴുന്നേറ്റപ്പോൾ എന്തോടെ കണ്ട് സംഭവിച്ച? ഭൂമി പിളർന്ന് അവരെ ജീവനോടുകൂടെ എങ്ങോട്ട് പോയി? പാതാളം. അപ്പോൾ ഭൂമിക്ക് അടിയിലാണ് ഏത്? പാതാളം. ഇറ്റ്സ് വെരി ക്ലിയർ. പാതാളം. രണ്ടാമത്തെ സ്ഥലമാണ് പാതാളം. പാതാളം എന്ന് പറയുന്നത് ആദമിന്റെ കാലം മുതൽ ഇന്നും മരിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരല്ലാത്തവർ കിടക്കുന്ന സ്ഥലമാണ്. All the souls, those who are not belongs to God, ദൈവത്തിൻ്റെതല്ലാത്ത ആത്മാക്കൾ മരിച്ചു പോകുമ്പോൾ കിടക്കുന്ന സ്ഥലമാണ് പാതാളം. ഇവിടേക്കാണ് ധനവാൻ കടന്നുപോയത്.
ഞാൻ മുകളിൽ പറഞ്ഞ അബ്രഹാം പിതാവിന്റെ മടിയാകുന്ന പർദീസ ഇന്ന് എംപ്റ്റി ആണ്. കാരണം ഇന്ന് മരിക്കുന്നവര് പോകുന്നത് നേരെ സ്വർഗത്തിലേക്കാണ്. കർത്താവ് യേശു ക്രിസ്തു മരിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആത്മാക്കളെയും കൊണ്ട് യേശു സ്വർഗത്തിലേക്ക് പോയി. വിശദമാക്കുവാനായിട്ട് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. യേശു ക്രിസ്തുവരെ കൊണ്ട് ആ സ്വർഗത്തിലേക്ക് പോയത്. അതുകൊണ്ട് ആ സൈഡ് ഇപ്പോൾ എംപ്റ്റിയാണ്. എന്നാൽ പാതാളം സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് കാലം വരെ? അന്ത്യ ന്യായവിധിയുടെ സമയം. Revelation chapter 20. Revelation chapter 20 verse 12 and 13 and 14. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. മൂന്നാമത്തെ സ്ഥലമാണ് അന്ധതമസ്. അന്ധതമസിൽ ആരെ ഇട്ടിരിക്കുന്നു? പാപം ചെയ്ത ദൂതന്മാരെ, the angels who are sinned. Antadamas, bottomless pit. Sorry, a Tartarus. Antadamas. പാപം ചെയ്ത ദൂതന്മാർ, the angels, those who are sinned. പാപം ചെയ്ത ദൂതന്മാർ, ലൂസിഫറിനോടുകൂടെ പാപം ചെയ്ത ദൂതന്മാരെ. രണ്ടാമത്തേതാണ് അഗാധ കൂപം, ബോട്ടംലെസ് പിറ്റ്. അവിടെയും ഇട്ടിരിക്കുന്നത് പാപം ചെയ്ത ദൂതന്മാരെ, സിൻഡ് ഏഞ്ചൽസ്. എന്തിനാ ഈ രണ്ട് സ്ഥലം? ഇവിടെ മനുഷ്യല്ല ഇടുന്നത്, ഒള്ളി ഏഞ്ചൽസ്. എന്തിനാ ഈ രണ്ട് സ്ഥലം? ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അഗാധ കൂപത്തിലെ ദൂതന്മാരെ ദൈവം ചില സമയത്ത് തുറന്നു വിടും. Revelation chapter 9 verse 1 onwards. നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ ആ വാക്യം വായിച്ചുകൊള്ളുക. Revelation 9:1 onwards. അപ്പോൾ അഗാധ കൂപത്തിലെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ചില സമയത്ത് തുറന്നു വിടും. ഒള്ളി അത് മനുഷ്യരെ പീഡിപ്പിക്കുവാൻ, കഷ്ടതയിലേക്ക് നടത്തുവാൻ. ബട്ട് അന്ധതമസിലെ ദൂതന്മാരെ കൊണ്ടുപോകാൻ പോകുന്നത് അന്ത്യ ന്യായവിധിയുടെ മുൻപിൽ മാത്രം. അവരെ ഒരിക്കൽ പോലും അവിടുന്ന് അഴിച്ചുവിടത്തില്ല. അവരത്രമെടുക്കല. അന്ത്യ ന്യായവിധിയിൽ സംഭവിക്കുന്നത്, ആദ്യം ലൂസിഫറിനെയും അവന്റെ ഗണത്തെയും ന്യായം വിധിച്ച്, എതിർ ക്രിസ്തുവിനെ കള്ളപ്രവാചകനെയാണ് ആദ്യം ന്യായം വിധിക്കുന്നത്. അവരെ രണ്ടുപേരെയും ന്യായം വിധിച്ച് നേരെ നരകത്തിലേക്ക് തട്ടും. അതിനുശേഷം പിശാചിനെയും പിശാചിന്റെ ദൂതന്മാരെയും ന്യായം വിധിച്ച് നരകത്തിലേക്ക് മാറ്റും. തുടർന്ന് സകല മനുഷ്യരും ആബാലവൃദ്ധം രക്ഷിക്കപ്പെടാത്ത എല്ലാവരെയും ന്യായം വിധിച്ച് നരകത്തിലേക്ക് മാറ്റും. പിന്നീട് അതൊറ്റ സ്ഥലമായിരിക്കും. മനസ്സിലായല്ലേ? മനസ്സിലായല്ലോ? നിശബ്ദരായിട്ടിരിക്കുന്നു. അവസാന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത്, ആദ്യം ന്യായം വിധിക്കുന്നത് എതിർ ക്രിസ്തുവിനെ കള്ളപ്രവാചകൻ. ഇവരെ രണ്ടുപേരെയും വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 19-ാം അധ്യായം നമുക്കത് കാണുവാൻ സാധിക്കും. 19-20 അധ്യായത്തിൽ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഈ എതിർ ക്രിസ്തുവിനെ കള്ളപ്രവാചകൻ രണ്ടും മനുഷ്യരാണ്. ഇവരെ രണ്ടുപേരെയും ന്യായം വിധിച്ച് ആദ്യം നരകത്തിലേക്ക് മാറ്റും. അതിനുശേഷം ന്യായാസനത്തിന് മുമ്പിൽ വരുമ്പോൾ ആദ്യം കൊണ്ടുവരുന്നത് പിശാചിനെയും അവന്റെ ദൂതന്മാരെയും കൊണ്ടുവന്ന് അവരെ ന്യായം വിധിച്ച്, അന്നാണ് അഗാധ കൂപത്തിലുള്ള ദൂതന്മാരെ വെളിയിൽ കൊണ്ടുവരും, അന്ധതമസ്സുള്ള ദൂതന്മാരെ വെളിയിൽ കൊണ്ടുവന്ന് ഇവരെ എല്ലാം നേരെ നരകത്തിലേക്ക് മാറ്റും. ഇതിന് ശേഷമാണ് മനുഷ്യന്റെ ന്യായവിധി. മനുഷ്യന്റെ ന്യായവിധിയിൽ ആബാലവൃദ്ധം മരിച്ചവരെല്ലാവരും എഴുന്നേൽക്കും. ആര് കാണത്തില്ല? അതിനകത്ത് രക്ഷിക്കപ്പെട്ടവർ കാണത്തില്ല. രക്ഷിക്കപ്പെട്ടതിന് മുമ്പ് സ്വർഗത്തിലായിരിക്കും. അപ്പോൾ രക്ഷിക്കപ്പെടാതെ പാതാളത്തിൽ കടന്നുപോയ എല്ലാ ആത്മാക്കളും എഴുന്നേറ്റ് ന്യായവിസ്താരത്തിന് മുമ്പിൽ നിന്ന് ദൈവം അവരെ ന്യായം വിധിച്ച് വിത്ത് ബോഡിയോടുകൂടെ അവരെയും നരകത്തിലാക്കും. പിന്നീട് ഇതുങ്ങളെല്ലാം കൂടെ ഒറ്റയിടത്തായിരിക്കും കിടക്കും. ദാറ്റ് മീൻസ് ആ 4 പൊസിഷൻസ് പിന്നീട് കാണത്തില്ല. അതുകൊണ്ടാണ് ടെമ്പററി ഡ്വെല്ലിംഗ് പ്ലേസ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ മുൻപോട്ട് കടന്നു വരട്ടെ. ഇവിടെ നമ്മൾ കണ്ടു സ്വതന്ത്രമായിരിക്കുന്ന ഏഞ്ചൽസിനെ നമ്മൾ കണ്ടു. ഈവൻ പാപം ചെയ്ത ദൂതന്മാരെ സ്വതന്ത്രരായി വിട്ടിരിക്കുന്നു. നമ്മൾ അത് കണ്ടായിരുന്നു, അത് നോട്ട് ചെയ്തായിരുന്നില്ല.
പ്രധാനമായിട്ട് 3 സ്ഥാനങ്ങളിൽ പാപം ചെയ്ത ദൂതന്മാരെ വിട്ടിരിക്കുന്നു, സ്വതന്ത്രരായി വിട്ടു. നമ്മളിപ്പോൾ പഠിക്കുന്നത് ചെയിൻഡ് ഏഞ്ചൽസ് അല്ല, ഫ്രീഡ് ഏഞ്ചൽസ്. ഫ്രീഡ് ഏഞ്ചൽസ്, സ്വതന്ത്രരായിരിക്കുന്ന ദൂതന്മാർ. അവർ പാപം ചെയ്തവരാണ്, പക്ഷേ അവർക്ക് ഇന്ന് ബന്ധനമൊന്നുമില്ല, അവരെ വെറുതെ വിട്ടിരിക്കുകയാണ്. 3 സ്ഥലങ്ങൾ നമുക്ക് അവരെ കാണുവാൻ സാധിക്കും. ദ ഫസ്റ്റ് വൺ ഇൻ ഹെവൻ, സ്വർഗത്തിൽ നമ്മൾ കാണാം. സ്വർഗം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ഇടമാണ്. പക്ഷേ ഈ പർട്ടിക്കുലർ സമയത്ത് ദൈവം പിശാചിന് അവിടെ കടന്നിടുവാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ഒരു വാക്യം നിങ്ങൾക്കറിയാം, ജോബ് ചാപ്റ്റർ 1 വേഴ്സ് 6 and 7. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യം. നിങ്ങൾക്കറിയാം ആ ഭാഗം ഇല്ലേ? ദൈവക്കന്മാർ ഒരുമിച്ച് ചെന്നു, അതിന്റെ കൂട്ടത്തിൽ ആരോട് ചെന്നു? സാത്താനും. എവിടെ ചെന്നു? സ്വർഗത്തിൽ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുന്നത് സ്വർഗം തൃക്കണ്ണിന് നിർമ്മലമല്ല. ദൈവത്തിന്റെ കണ്ണിന് സ്വർഗം കൂടെ നിർമ്മലമല്ല. എപ്പോൾ? വായിച്ചോട്ട് റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 9. ഇവിടെ എന്ത് സംഭവിച്ചു? ദൈവം ആ ദൂതന്മാരെ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വിട്ടുകളയുന്നു. അതുവരെ ഈ ദൂതന്മാർക്ക് അവിടെ കടന്നിടുവാനുള്ള അനുവാദമുണ്ട്. വായിച്ചോട്ടെ, ജോബ് ചാപ്റ്റർ 15 വേഴ്സ് 15. യോബ് 15:15. ദൈവം പറയുക തന്റെ വിശുദ്ധന്മാരിൽ അവന് വിശ്വാസമില്ലല്ലോ. യെസ്, സ്വർഗവും തൃക്കണ്ണ് നിർമ്മലമല്ല. അപ്പോൾ ദൈവത്തിന്റെ കണ്ണിന് സ്വർഗം കൂടെ നിർമ്മലമല്ല. എന്തുകൊണ്ട്? ഇപ്പോൾ പൈശാചിൻ അവിടെ ഉള്ളതുകൊണ്ട്. എന്നാൽ എന്ത് സംഭവിക്കും? റെവലേഷൻ ചാപ്റ്റർ 12 Revelation chapter 12 verse 8 and 10. സ്വർഗത്തിൽ പിന്നെ അവരുടെ സ്ഥലം കണ്ടതുമില്ല. അതുവരെ അവിടെ സ്ഥലമുണ്ട്. Verse 10. ഇത് സംഭവിച്ചപ്പോൾ സ്വർഗത്തിൽ ഞാൻ മഹാശബ്ദം പറഞ്ഞു കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും യെസ് അവിടെയാണ് ഫുള്ളി റിവീൽഡ് ആകാൻ പോകുന്നത്. അപ്പോൾ ഒന്ന്, ഈ ഇപ്പോൾ പിശാചിനെ ദൈവം എവിടെ അലവ് ചെയ്തിട്ടുണ്ടോ? പിശാചിനെ ദൂതന്മാരെയും എവിടെ വരെ ചെല്ലാൻ പറ്റും? സ്വർഗത്തിൽ ദൈവത്തിന് മുൻപാകെ ചെല്ലാൻ പറ്റും. 2, on the atmospheric heaven, ആകാശമണ്ഡലം, atmospheric heaven. Ephesians chapter 2 verse 2. Ephesians chapter 2, Ephesians 2:2. പെട്ടെന്ന് വായിച്ചാൽ ആകാശത്തിന്റെ അധികാരത്തിനും. അപ്പോൾ ഇവിടെ പറയുന്നു ആകാശത്തിന്റെ അധികാരി. ആകാശത്തിന്റെ അധികാരി ആരാ? പിശാച്. അപ്പോൾ ആകാശത്തിലിരിക്കുന്ന ബാവ ആരാ? ഓക്കെ. അപ്പോൾ പിശാച് ആകാശ മണ്ഡലത്തില് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ദൈവം അലവ് ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ ആകാശമണ്ഡലം പൈശാചിന്റെ കയ്യില്. 3, on the earth, ഭൂമിയിൽ
ഭൂമിയിൽ. മാത്യു ചാപ്റ്റർ 4 വേഴ്സ് 1. അതിന് കൂടുതൽ വേദപുസ്തകം തെളിവൊന്നും വേണ്ട, നമ്മുടെ ജീവിതത്തോട് നോക്കിയാൽ മതി, ഇല്ലേ? യേശുവിനെ പിശാച് പരീക്ഷിച്ചു. അപ്പോൾ യേശുവിനോട് കൂടെ ഭൂമിയിലായിരുന്നപ്പോൾ പിശാച് ഇവിടെ കടന്നു നിന്നു. ഓക്കെ, താഴെ അല്ലാത്തത് 3 സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫ്രീഡ് ഏഞ്ചൽസ് ഉണ്ട്, ബാഡ് ഏഞ്ചൽസ്. അതിൽ 1 സ്വർഗത്തിൽ, 2 ആകാശമണ്ഡലത്തിൽ, 3 ഭൂമിയിൽ. ഇതിനെല്ലാം പ്രത്യേകമായ ലക്ഷ്യമുണ്ട്, ഓരോന്നിനും ഓരോ ജോലിയുണ്ട്. വെറുതെ അല്ല ഇതൊക്കെ അവിടെ നിൽക്കുന്നത്, ഇതെല്ലാത്തിനും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യുദ്ധം നടക്കുന്നവർക്കറിയാം ആകാശമണ്ഡലത്തിലാണ്. അപ്പോൾ അവിടെയാണ് മുൻപോട്ട് ഞാൻ കടന്നു വരട്ടെ. ഇവിടെ ഈ സ്ഥലങ്ങളിലാണ് ഫ്രീഡ് ഏഞ്ചൽസ് നമ്മൾ കാണുന്നത്. ഏഞ്ചൽസിന്റെ പൊസിഷൻ ഞാൻ പറഞ്ഞു, 4 പൊസിഷൻസ്. അത് വന്നിട്ട് നമുക്ക് എങ്ങനെ ഗുഡ് ഏഞ്ചൽസിനെയും ബാഡ് ഏഞ്ചൽസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 4 പൊസിഷൻസ്. 1 പ്രിൻസിപ്പാലിറ്റീസ്, 1ാമത്തെ സ്ഥാനം. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, സാത്താന്റെ രാജ്യത്തിലെ രാജാവ് ആര്? ലൂസിഫർ. ലൂസിഫറാണ് രാജാവ്. ലൂസിഫറിന്റെ തൊട്ട് താഴെ ഭരിക്കുന്ന ഏഞ്ചൽസിന്റെ പേരാണ് പ്രിൻസിപ്പാലിറ്റീസ്. അതിന്റെ ഗ്രീക്ക് വേർഡ് ആഖാസ്. ഒന്ന് എഴുതി നോട്ട് ചെയ്താൽ ARCHAS, ആഖാസ്. ആ വേർഡിന്റെ മീനിങ് ചീഫ് റൂളേഴ്സ്, പ്രധാന ഭരണാധിപന്മാർ. പ്രധാന ഭരണാധിപന്മാർ. Ephesians chapter 1 verse 21, 6th chapter verse 12, Colossians 2:10, കൊലോസിയർ 2:10. ഇവർക്കൊന്ന് നോട്ട് ചെയ്താട്ട്, they are the highest rank in Satan's kingdom. സാത്താന്റെ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന അധികാരികൾ. ചീഫ് റൂളേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ലിറ്ററൽ മീനിങ് ചീഫ് റൂളേഴ്സ്. They ride on someone's authority. മറ്റ് ആരുടെയോ അധികാരത്തിന്മേൽ അവർ പ്രവർത്തിക്കുന്നു. അതാരുടെ അധികാരമാണ് നമുക്കറിയാം? പിശാചിന്റെ. അപ്പോൾ പിശാച് ഡയറക്ട്ലി ഇൻവോൾവ് ആകുന്നത് ആരോടായിരിക്കും? പ്രിൻസിപ്പാലിറ്റീസ്. ഈ പ്രിൻസിപ്പാലിറ്റീസിന്റെ കീഴിലാണ് നെക്സ്റ്റ് പൊസിഷൻ പവേഴ്സ്. ചുരുക്കത്തിൽ ഈ പ്രിൻസിപ്പാലിറ്റീസ് നമുക്ക് വേറെ പേര് കൊടുക്കാൻ പറ്റും, റാങ്ക് ഓഫ് ജനറൽസ്. ജനറൽമാരുടെ പദവിയാണ് ഇവർക്കുള്ളത്, റാങ്ക് ഓഫ് ജനറൽസ്. 2 പവേഴ്സ്. അതിലെ ഗ്രീക്ക് വേർഡ് എക്സോസിയ, EXOUSIA, എക്സോസിയ. ആ വേർഡിന്റെ മീനിങ് നിങ്ങൾ നോട്ട് ചെയ്താട്ട്, those who derive their power from, those who derive their power from and execute the will of the chief rulers, and execute the will of the chief rulers. ഇവിടെ പവേഴ്സ്, എക്സൂസിയ, അധികാരങ്ങൾ. അധികാരങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പൊസിഷൻ. പക്ഷെങ്കിൽ അവർക്ക് ലഭിച്ചായിരിക്കുന്ന മറ്റെവിടുന്നോ അവർ അധികാരം ഏറ്റെടുക്കുന്നു. ഇവർക്ക് അധികാരം കൊടുക്കുന്ന ആരാ? പിശാച് അധികാരം ഏർപ്പെടുത്തിക്കുന്ന ആൾക്ക് പ്രിൻസിപ്പാലിറ്റീസ്. അപ്പോൾ പ്രിൻസിപ്പാലിറ്റീസിന്റെ കരങ്ങളിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത് പ്രിൻസിപ്പാലിറ്റീസിന്റെ ഇഷ്ടമാണ് ഇവർ നിവർത്തിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, സാത്താന്റെ രാജ്യം ഒരു സിസ്റ്റമാറ്റിക് കിങ്ഡമാണ്. അതുകൊണ്ട് എല്ലാ താഴെയുള്ളവരുമായിട്ടും പിശാചിന് ഒരു ബന്ധമില്ല.
പിശാച് ദ ഹൈ റാങ്കിലാണ് താൻ ഇരിക്കുന്നത്. തൻ്റെ കീഴിൽ നേതൃസ്ഥാനങ്ങളെ കൊടുത്തിട്ടുണ്ട്. അവരാണ് താഴോട്ടുള്ള ഭരണങ്ങളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മുകളിലുള്ള വ്യക്തിയുടെ ഇഷ്ടത്തിനനുസൃതമായിട്ട് താഴോട്ട് ഭരണം നടക്കുകയാണ്. അപ്പോൾ പിശാചിന്റെ തൊട്ട് താഴെയുള്ള സ്ഥാനമാണ് പ്രിൻസിപ്പാലിറ്റീസ്. ആ പ്രിൻസിപ്പാലിറ്റീസിന്റെ കീഴിലുള്ള പൊസിഷൻസ് ആണ് പവേഴ്സ്, അധികാരങ്ങൾ. Ephesians chapter 1 verse 21, 6th chapter verse 12, Colossians 2:10. വളരെ നല്ല ഒരു സ്റ്റഡി ആയിരിക്കും. നിങ്ങൾക്ക് വീട്ടിൽ പോയി പഠിക്കാമെങ്കിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്താവായ യേശുക്രിസ്തു ആയുധവാക്കം വെപ്പിച്ചു. നമ്മൾ കണ്ടു 4 പൊസിഷൻസ്. അതിൽ മുകളിലുള്ള 2 പൊസിഷനെ കർത്താവായ യേശുക്രിസ്തു ആയുധവാക്കം വെപ്പിച്ചു. നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളൊന്ന് പഠിക്കുക. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് സ്റ്റഡി. ഒരു ഹോംവർക്കായിട്ട് തരികയാണ്. ഓക്കെ, മൂന്നാമത്തെ പൊസിഷൻസ് ആണ് വേൾഡ് റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദിസ് ഏജ്. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി. അതിലെ ഗ്രീക്ക് വേർഡ് കോസ്മോ കാറ്റോപാസ്, KOSMO KRATOPAS. അതിന്റെ ലിറ്ററൽ മീനിങ് ദ സ്പിരിറ്റ് വേൾഡ് റൂളേഴ്സ്. ദ സ്പിരിറ്റ് വേൾഡ് റൂളേഴ്സ്. ഇവരാണ് വാസ്തവത്തിൽ ലോകത്തിൻ്റെ ഭരണകർത്താക്കൾ. നിങ്ങൾ മനസ്സിലാക്കുന്ന വാഴ്ചകളും അധികാരങ്ങളും അല്ല ലോകത്തെ ഭരിക്കുന്നത്. ഈ ലോകത്തെ ഭരിക്കുന്നത് പിന്നെ ആര്? അന്ധകാരത്തിൻ്റെ ലോകാധിപതി. അവരാര്? ഒരു സ്പിരിച്വൽ ഏഞ്ചൽസ്. പക്ഷെ ഇവര് ആരെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നേരത്തെ നമ്മൾ കണ്ടു, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, പാസി പ്രഭു, യവന പ്രഭു. ഇവരെ സാധാരണ വിളിക്കുന്നത് പ്രിൻസ് ആയിട്ടാണ് വിളിക്കുന്നത്. പ്രിൻസ്. ഓരോ ദേശത്തിൻ്റെയും അധിപൻ, ആ ദേശത്തിൻ്റെ പ്രഭു, പ്രിൻസ്. ഈ ലോകം മുഴുവൻ പിശാചിന്റെ അണ്ടറിലായിരിക്കുന്നുണ്ട്. ഈ ലോകത്തിന്റെ ഏത് രാജ്യങ്ങൾക്കും അതിൻ്റെ പിന്നിൽ ആ രാജ്യത്തെ നയിക്കുന്ന ഒരു ഏഞ്ചൽസ്, ഒരു ഡീമൺ കാണുവാനായിട്ട് സാധിക്കും. ഡീമൺ അല്ല, ആക്ച്വലി ഒരു ഏഞ്ചൽസ്. ആ ഏഞ്ചൽസിന്റെ സ്വഭാവത്തിനനുസൃതമായിട്ടായിരിക്കും ആ രാജ്യത്തിലെ രാജാവ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, Daniel chapter 10 വാക്യം verse 13 to 21. Ephesians chapter 1 verse 21, 6th chapter verse 12, Colossians 1st chapter 16 to 18. 16 to 18. നിങ്ങൾ വീട്ടിൽ പോയി വാക്യങ്ങളൊക്കെ വായിക്കണം. ഇവിടെ നമ്മൾ കാണുന്നത് ഈ അന്ധകാരത്തിന് ലോകാധിപതി അതൊരു മനുഷ്യനല്ല, ആ രാജ്യത്തെ നയിക്കുന്ന ഒരു ദൂതൻ. നാലാമത്തെ പൊസിഷൻസ്. അപ്പോൾ ഈ പ്രിൻസിപ്പാലിറ്റീസിന്റെ പവേഴ്സിന്റെ പ്രിൻസിപ്പാലിറ്റി കീഴിൽ പവേഴ്സിന്റെ കീഴിലാണ് ഈ അന്ധകാര ലോകാധിപതി. അവരുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന നാലാമത്തെ ശക്തി സ്പിരിച്വൽ വിക്കഡ്നെസ് ഇൻ ദ ഹൈ ഹെവൻലി പ്ലേസസ്. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. അതിന് വേറെ പേര് കൊടുത്തിട്ടുണ്ട്, ദ വിക്കഡ് സ്പിരിറ്റ് ഓഫ് സൈറ്റൻ. ദ വിക്കഡ് സ്പിരിറ്റ്സ് ഓഫ് സൈറ്റൻ. Wicked spirits of Satan. Ephesians 6:12, Colossians 1:16 to 18. 1:16 to 18. കൊലോസ്യർ 1:16 മുതൽ 18 വരെ. ഒന്ന് 16 മുതൽ 18 വരെ. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് സാത്താന്റെ രാജ്യം മുൻപോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ്
ദൈവരാജ്യം മുൻപോട്ട് കടന്നു പോകുന്നതും. എന്നാൽ ഇവിടെ സ്വതന്ത്രരായിരിക്കുന്ന ബാഡ് ഏഞ്ചൽസ് ഉണ്ട്, മോശമായിരിക്കുന്ന പാപം ചെയ്ത ദൂതന്മാരുണ്ട്, നല്ല ദൂതന്മാരുമുണ്ട്. നമുക്ക് എങ്ങനെ അവരെ ഐഡന്റിഫൈ ചെയ്യാം? ഹൗ ടു ഐഡന്റിഫൈ ഗുഡ് സ്പിരിറ്റ്സ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ അത്യാവശ്യമാണ്. പലരും തെറ്റിപ്പോകുന്ന പല വിഷയങ്ങളുണ്ട്. സാത്താൻ പല രീതിയിൽ മനുഷ്യരെ വീഴിക്കുവാനായിട്ട് നോക്കും. പക്ഷെങ്കിൽ വീഴിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഏഞ്ചൽസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അവരാര് എന്നുള്ളത് മനസ്സിലാക്കണം. എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് നമുക്ക് ഏഞ്ചൽസിനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടി തരുന്നത്. അതിനു മുമ്പായിട്ട് ഒരു വാക്യം വായിച്ചാട്ടെ, എന്തുകൊണ്ട് മനസ്സിലാക്കണം. 2 Corinthians chapter 11 verse 14. 2 Corinthians ലേഖനം 11-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ക്രിസ്തീയ ഗോളത്തിൽ വളരെയധികമായിട്ട് ദൈവദാസന്മാർ വീണുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഏഞ്ചലോളജി എന്ന് പറയുന്നത്. ദൂതന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് സംഭവിക്കുന്നു, ഞാൻ അത് മുൻപോട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പലപ്പോഴും ദൈവത്തിൻ്റെ മക്കൾക്ക് ദൂതന്മാരെ ദൈവമാക്കിയിട്ടുണ്ട്. നമ്മൾ മുമ്പേ കണ്ട വാക്യവും നമ്മൾ എബ്രായലേഖനം പഠിപ്പിക്കുന്നത് ദൂതന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സേവയ്ക്ക് വേണ്ടി ആക്കിയിരിക്കുന്ന സേവകാത്മാക്കൾ. അപ്പോൾ സേവകാത്മാക്കളായിരിക്കുമ്പോൾ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് വായിച്ചാൽ ആ വാക്യം 2 Corinthians chapter 11 verse 14 ഒന്ന് വായിച്ചാൽ. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം? സാത്താൻ കടന്നു വരുന്നത് ഒരു ഭയാനക രൂപത്തോടുകൂടി അല്ല. സാത്താൻ കടന്നു വരുന്നത് ഒരു വളരെ മനോഹരനായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് തെറ്റുന്നത്. ഒരു വെളിച്ചദൂതനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഇതാരാണ്? ദൈവം അയച്ച ദൂതനാണ്. പക്ഷെങ്കിൽ ഇതേ സ്ഥാനം ആ കൂടെ എടുക്കുവാൻ സാധിക്കും, പിശാചിന് എടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് തോന്നുന്നു, എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലെ ഒരു ദൈവദാസൻ, വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസൻ, ഒരു ദിവസം അദ്ദേഹം ശുശ്രൂഷയോ കഴിഞ്ഞ് തിരിച്ച് തൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അല്പസമയം ചെലവഴിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ റൂമിൽ ഒരു വലിയ പ്രകാശം കടന്നു വന്നു. കർത്താവായ യേശു തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. യേശു തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഇദ്ദേഹം വളരെ സന്തോഷിച്ചു. എന്നാൽ വളരെ പെട്ടെന്ന് ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, റൂം മുഴുവൻ വെളിച്ചം കൊണ്ട് മൂടിയിരിക്കുക. ഈ ഇദ്ദേഹത്തിന് എന്തോ ഒരു വിരക്തി പോലെ തോന്നി. എന്തുവാ സംഭവം എന്നറിയത്തില്ല. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെട്ട പ്രകാരം പറഞ്ഞു, ഭക്ത, നിന്റെ പ്രവർത്തനം ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് സായിബാബയുടെ കയ്യിലുള്ള അനേക ആത്മാക്കളെ വിടുവിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കർത്താവ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഇദ്ദേഹത്തിന് എന്തോ ഒരു ഫീലിംഗ്, ഇത് ഈസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്. അദ്ദേഹം ദൈവത്തോട് ഈ സംസാരം നടക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ ജസ്റ്റ് എന്നെ നീ ഒന്ന് ഗൈഡ് ചെയ്യണം, ശരിയോ തെറ്റോ. അപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവന് ഈ വ്യക്തിയോട് പറഞ്ഞു, നീ അവൻ്റെ കരങ്ങളെ ഒന്ന് നോക്കാൻ. കരങ്ങളെ നോക്കിയപ്പോൾ ആണിപ്പാടുള്ള പാട് അതിന് ആ കരങ്ങൾക്കില്ല. ഉടനെ ഈ വ്യക്തി മനസ്സിലാക്കി ഇത് വാസ്തവമായിട്ട് യേശു അല്ല, മറ്റാരും. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിന്റെ കൈ ഒന്ന് കാണട്ടെന്ന് പറഞ്ഞു. ഈ ദൈവദാസൻ കൈ കാണിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം കൈ കാണിച്ചു. എന്നിട്ട് ഈ ദൈവദാസൻ പറഞ്ഞു, നീ യേശു അല്ല. യേശു ആയിരുന്നുവെങ്കിൽ യേശുവിൻ്റെ കയ്യിൽ ആണിപ്പുള്ള കരങ്ങളുണ്ട്, ആ പാടുകൾ ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് നീ യേശുവല്ല. ഉടനെ പുള്ളി രൂപം മാറി ഒരു സായിബാബായിട്ട് അവിടെ വിളിപ്പെട്ടു. വാസ്തവത്തിൽ സംഭവിച്ച എന്നാണെന്ന് അറിയാമോ? ഇദ്ദേഹത്തെ വീഴിക്കുവാൻ ഉപയോഗിച്ച ഒരു മാർഗമായിരുന്നു വഞ്ചിക്കുവാൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ആദ്യം പറഞ്ഞു ഹവ്വായുടെ അടുക്കൽ പിശാച് കടന്നു എന്നത് ഒരു ഭയാനക രൂപയായിട്ടല്ല കടന്നിരുന്നത്, ഒരു ഷൈനിങ് വൺ ആയിട്ടാണ് ചെന്നത്. എന്ന് പറഞ്ഞാൽ ആകർഷണം തോന്നത്തക്ക രീതിയിൽ ഉള്ള ഒന്നായിട്ടാണ് ഹവ്വായുടെ അടുക്കൽ ചെന്നത്. അതുകൊണ്ടാണ്
ഹവ്വ വീഴുവാൻ കാരണം. അല്ല, ഭയാനകമായ ജീവിയായിട്ട് പോയിരുന്നുവെങ്കിൽ ഒരിക്കലും അത്ര പെട്ടെന്ന് വീഴത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാചിന്റെ ദൂതന്മാര് വെളിപ്പെടുന്നത് ആരായിട്ടായിരിക്കും വെളിപ്പെടുന്നത്? വെളിച്ച ദൂതൻ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാം, ഒരു കാസറ്റ് നിങ്ങൾ കണ്ടു കാണും. അതിനകത്ത് ഒരു സ്ത്രീ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെട്ടുകൊണ്ട് ഇപ്രകാരം എന്നോട് പറഞ്ഞു, മറിയെ നിങ്ങൾ ആരാധിക്കണം. ഏതാ ദൈവത്തിന്റെ ദൂതൻ എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുവാൻ പോകുന്നത്. എന്തുകൊണ്ട് അത് പറഞ്ഞു? പറയത്തില്ലയോ? പറയും. പക്ഷെ എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ട് നല്ല ദൂതന്മാരോ തെറ്റായ ദൂതന്മാരോ എന്ന് മനസ്സിലാക്കുവാനുള്ള 4 വഴികൾ, 4 മാർഗം. അതിൻ്റെ ഒന്നാമത്തെ തെളിവ്, നല്ല സ്പിരിറ്റ്സ് ആകുന്നുവെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ തെളിവ്, എ സ്പിരിറ്റ് ഫ്രം ഗാഡ്, a spirit from God always acknowledge that Jesus is the Son of God. A spirit from God always acknowledge that Jesus is the Son of God. യേശു ദൈവപുത്രനെന്ന് നല്ല ദൂതന്മാരെല്ലാവരും സമ്മതിക്കും. അപ്പോൾ അല്ലാത്ത ദൂതന്മാരൊന്നും എന്ത് സമ്മതിക്കത്തില്ല? യേശു ദൈവമെന്ന് സമ്മതിക്കും. വായിച്ചാട്ട ഒരു വാക്യം, 2 John verse 7. നമ്മൾ ഇന്ന് അതാണ് വാക്യമായിട്ട് നമ്മൾ എടുത്തത്. 2 John verse 7. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നല്ലോ. വഞ്ചകനും എതിർക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. യേശുവിനെ ദൈവപുത്രൻ, ദൈവമെന്ന് അംഗീകരിക്കാത്തവർ, അതാരായിരുന്നാലും അവരാരാ? ഇപ്പൊ ഒരു ഏഞ്ചലിക് ഫോമിൽ കടന്നു വന്ന് യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് അംഗീകരിച്ചില്ല എങ്കിൽ ആ ഏഞ്ചൽ എത്ര വെളിച്ചത്തിൽ വന്നാലും ആ ഏഞ്ചൽ ആരായിരിക്കത്തില്ല? ഗുഡ് ഏഞ്ചൽ ആയിരിക്കത്തില്ല. അപ്പോൾ നല്ല ഏഞ്ചൽസ് ആണെങ്കിൽ യേശു ക്രിസ്തുവിനെ അക്നോളജ് ചെയ്യും. യേശുവിനെ അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും, ഹി ഈസ് ഗാഡ് ഹിംസെൽഫ്. അപ്പോൾ ഒന്നാമതായിട്ട് ദൂതന്മാരെ മനസ്സിലാക്കുന്നത്, അവരുടെ വാക്കുകൾ യേശു ദൈവമെന്ന് അംഗീകരിക്കണം. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കണം, യേശു ദൈവമെന്ന് അംഗീകരിക്കാത്ത ഒരാത്മാവും എവിടെ നിന്നുള്ളതല്ല. പിന്നെ എവിടെ നിന്നുള്ളതാ പറയുന്നത്? പിശാചിന്റെ, എതിർ ക്രിസ്തുവിന്റെ. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ദൈവമല്ല എന്ന് പറയുന്ന ഒന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ സാധ്യമല്ല. ഞാൻ ഈ ഭാഗത്ത് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ഒരു യഹോവ സാക്ഷിയോ ഒരു യേശുവിൻ്റെ നാമമോ വീട്ടിൽ വന്നാൽ അവനെ വീട്ടിൽ കയറ്റിയേക്കരുത്. കാരണം ദൈവത്തിൻ്റെ വചനം അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. നമ്മൾ അതിനായിട്ട് കഴിവുള്ളവരായതുകൊണ്ടല്ല, ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ. എനിക്കറിയാം, അന്നേരം ആ പെൺകൊച്ചിൻ്റെ അമ്മ എന്നെ വിളിച്ച് ചോദിച്ചു, പാസ്റ്റർ ഈ കല്യാണം നടത്താൻ, നമ്മുടെ ചർച്ചിലല്ല, ഈ കല്യാണം നടത്താൻ പറ്റുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇത് നടത്തരുത്. കാരണം
ഇവര് ആയിരിക്കുന്നത് ശാബത്ത് മിഷനിലാണ്. നിങ്ങൾക്കറിയാം, ABN എന്നുള്ള ചാനലൊക്കെ അറിയാം. കഴിയുന്നിടത്തോളം ആ ചാനൽ അങ്ങ് ഓഫ് ചെയ്യുന്നതാണ് ജീവിതത്തിൻ്റെ അനുഗ്രഹം. എന്താ ഇവിടെ സംഭവിച്ച? ആ സ്ത്രീ, ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ആ സ്ത്രീ പേഴ്സണലി വന്ന് എന്നെ കണ്ടു. അവർ ഹസ്ബൻഡും കൂടെ വന്ന് കണ്ടു. ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ റൂമിലിരുന്ന് സംസാരിച്ചു. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്തുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ചർച്ച് വന്നിട്ടുണ്ട്, 1-2 വന്നിട്ടുണ്ട്, മറ്റു പല ചർച്ചിൽ പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് കിട്ടാത്ത സമാധാനം ഞാൻ ആ TV ഓൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി. അന്ന് തൊട്ട് ഞങ്ങൾ കുടുംബമായിട്ട് സമാധാനം അനുഭവിക്കുന്നു, സന്തോഷം അനുഭവിക്കുന്നു. ഞാൻ പറഞ്ഞു, സഹോദരി, നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത ഒരു കൂട്ടത്തോട് ഒരു ദൈവമക്കൾക്ക് ബന്ധമില്ല. നിങ്ങൾ ഈസി ആയിരിക്കും ABN TV ചാനൽ കാണാനായിട്ട്, ഇഷ്ടം പോലെ തോന്നുന്നു. പക്ഷെങ്കിൽ ദയവായി ഞാൻ ഓർപ്പിക്കട്ടെ, അവർ കൂടുതലും വെളിപ്പെടുത്തുന്നത് അവരെ പ്രൊഫസീസ്, ഭാവിയിൽ നടക്കുവാൻ പോകുന്ന വിഷയങ്ങളും പണ്ടത്തെ വിഷയങ്ങളൊക്കെ അവർ വെളിപ്പെടുത്തുന്നത്. ബട്ട് ദേ ആർ കറപ്റ്റഡ് ഇൻ ട്രൂത്ത്സ്. അത് കൂടുതൽ വിശദമാക്കുവാൻ മണിക്കൂർ വേണ്ടതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുകയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം, യേശു ദൈവമല്ല എന്ന് അംഗീകരിക്കുന്നത് അതാരായിരുന്നാലും, യേശു പ്രവാചകൻ എന്ന് പറയുന്നത് ആരായിരുന്നാലും, അവരാരും ദൈവത്തിൻ്റെ മക്കളല്ല, അവരെല്ലാവരും എതിർ ക്രിസ്തുവിൻ്റെ സന്തതികളാണ്. ഓക്കെ, മുൻപോട്ട് കടന്നു പോകട്ടെ. രണ്ടാമത്തെ തെളിവ്. An angel of God will not accept worship, but let you to worship God. An angel of God will not accept worship, but let you to worship God. ഒരു ദൂതനും സ്വയമായിട്ട് ആരാധന സ്വീകരിക്കുകയില്ല, മറിച്ച് ദൈവത്തെ ആരാധിപ്പാൻ പ്രേരിപ്പിക്കും. വായിച്ചോട്ടെ, Revelation chapter 22 verse number 9. Revelation 22 verse 9. എന്നോട് അരുതേ, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹോദരത്തിനത്രേ ദൈവത്തെ നമസ്കരിക്കാൻ. ഇതാർക്കായി തെറ്റുപറ്റിയെന്ന് അറിയാമോ? യോഹന്നാൻ അപ്പോസ്തലൻ. എന്താ തെറ്റുപറ്റിയത്? വെളിപ്പാട് പുസ്തകം ദൈവം യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തു. യേശു തന്റെ ദൂതൻ മുഖാന്തരം യോഹന്നാന് കാണിച്ചു. യോഹന്നാൻ ഈ കാണിച്ചു കൊടുത്ത ദൂതന്റെ മുൻപിൽ എല്ലാം സമാപിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ മുട്ടുമടക്കി. യോഹന്നാൻ മുട്ടുമടക്കിയപ്പോൾ ഉടനെ ആ ദൂതൻ പറഞ്ഞു, അതരുത്, ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരുടെ സഹപത്യനത്രേ ദൈവത്തെ നമസ്കരിക്കുക. ഞാൻ ഓർപ്പിക്കട്ടെ, ഏത് ഏഞ്ചൽസ് ദൈവത്തെ നമസ്കരിക്കുന്നതിന് പകരം മറ്റാരെങ്കിലും നമസ്കരിക്കുവാൻ പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പക്കൽ നയിച്ചിരിക്കുന്ന ദൂതന്മാരല്ല, പിശാചിൻ്റെ ദൂതന്മാരാണ്. പിശാചിന്റെ ദൂതന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, പിശാചിന്റെ സ്വഭാവമാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ പിശാചി പ്രകാരം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നീ എന്നെ ഒന്ന് നമസ്കരിക്കുക. അപ്പോൾ പിശാചിന്റെ ദൂതന്മാര് എപ്പോഴും പ്രൈസസ് ആഗ്രഹിക്കുന്നു, വോർഷിപ്പ് ആഗ്രഹിക്കുന്നു. നമ്മൾ ഡീമൺസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കും. അപ്പോൾ ഇവർക്ക് എപ്പോഴും വേണ്ടത് സ്തുതികളാണ്. നമുക്കറിയാം, ലൂസിഫർ തള്ളപ്പെട്ടത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്നാണ്. അപ്പോൾ അതുപോലെ താൻ ആകുവാനാണ് തൻ്റെ ആഗ്രഹം. അതുകൊണ്ട് സ്തുതികൾ താൻ അക്സെപ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഓർക്കണമേ, ദൈവത്തെ അല്ലാതെ ഏതെങ്കിലും ദൂതനെ വണങ്ങുവാൻ ഏത് ദൂതൻ വന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും അതിന് മുൻപിൽ മുട്ടുമടക്കരുത്. മനസ്സിലായോ? ദൈവത്തെ അല്ലാതെ മറ്റൊരു സൃഷ്ടിയെയും വണങ്ങുവാൻ ആരാധിപ്പാൻ ദൈവ വ്യവസ്ഥയില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ ദൂതനുമായിരിക്കുകയില്ല, ദൈവത്തിൻ്റെ മക്കളുമായിരിക്കുകയില്ല. ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും ദൈവത്തെ മാത്രം
ആരാധിക്കുവാൻ പ്രേരിപ്പിക്കും. ശ്രദ്ധിക്കാൻ പറഞ്ഞ വേർഡ്, ദൈവത്തെ മാത്രം ആരാധിപ്പാൻ, മറ്റാരെയും വർഷിപ്പ് ചെയ്യുവാൻ ദൈവമോ ദൈവത്തിലെ ദൂതന്മാരോ അലവ് ചെയ്യത്തില്ല. അപ്പോൾ രണ്ടാമതായിട്ട് ഗുഡ് ഏഞ്ചൽസിനെ മനസ്സിലാക്കാം. അവരെന്ത് സ്വീകരിക്കത്തില്ല. They will not accept worship. Instead, they tell us to worship God. മൂന്നാമത്തത്, an angel of God. നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് ഞാൻ ഈ ഭാഗം വിശദമാക്കാം. An angel of God cannot come by mantra, but only at the commandment of God. An angel of God cannot come by mantra, but at the commandment, only at the commandment of God. See, ഈ ഭാഗം നമ്മൾ പഠിക്കുന്നത്, ഈ ഭൂമിയിൽ ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും മന്ത്രം ചെയ്താൽ ആര് വരത്തില്ല? ദൈവത്തിൻ്റെ ദൂതന്മാർ വരത്തില്ല. അല്ലെങ്കിൽ മന്ത്രത്തിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നതല്ല ദൈവത്തിൻ്റെ ദൂതന്മാർ. ഈ ഭാഗത്തിൽ കൂടെ നിങ്ങളെ ഞാൻ വേറെ വിഷയത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചുകൊള്ളുക. ആ ഭാഗം വായിച്ചിട്ട് ലൂക്കോസ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം, Exodus 3:2, Luke 1:11, 19:26, ലൂക്കോസ് 1:11, 19, 26. ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ അവർ നല്ലവരാണെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് സഞ്ചരിപ്പാൻ സാധ്യമല്ല. വായിച്ചോട്ടെ, ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 11. ലൂക്ക് 1:11 പെട്ടെന്ന്. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായി അവനെ പ്രത്യക്ഷനായി. സക്കറിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവനെ യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിൽ പലരും. ഇവിടെ നമ്മൾ കണ്ടു ആര് അയച്ചു എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുമ്പോൾ എന്തോ പറയുന്നത്? ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ ദൂതനാകുന്നു. അപ്പോൾ ദൂതൻ സക്കറിയാവിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ ദൂതൻ സ്വന്തമായിട്ടല്ല ഇനി വന്നത്. ആരയച്ചതാ? ദൈവം അയച്ചു. മറിയയുടെ അടുക്കൽ ദൂതൻ ചെന്നപ്പോൾ ദൂതൻ സ്വന്തമായിട്ടല്ല പോയത്. ആരയച്ചു? ദൈവം അയച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ദൂതന്മാർ നല്ലവരാണെങ്കിൽ അവർ ഒള്ളി മൂവ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ കമാൻഡ്മെന്റിന് മുൻപിൽ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. സ്വന്തം ഇഷ്ടം ഒക്കെ നടക്കുന്നത് ഈ ഭൂമിയില്ല. നമ്മളും അങ്ങോട്ട് എന്നാൽ എന്താ ചെയ്യത്തുള്ളതെന്നറിയാം. ഞാൻ പോയി പത്രോസെ കണ്ടിട്ട് വരട്ടെന്ന് പറഞ്ഞിട്ട് ആരും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. പിന്നെ എങ്ങനെ മൂവ് ചെയ്യത്തുള്ളൂ? ദൈവം അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ അങ്ങോട്ട് പോകും. ഇവിടെയാണ് പാർഷ്യൽ ഒബീഡിയൻസ് ഉള്ളത്. അവിടെ ഫുള്ളി ഒബീഡിയൻസേ ഉള്ളൂ. മനസ്സിലായല്ലോ വേർഡ് മനസ്സിലായ? ഇവിടെ പാർഷ്യൽ ഒബീഡിയൻസ് ഉണ്ട്, പക്ഷെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ഒബീഡിയൻസ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മേളിയിരിക്കുന്ന മറിയമ്മച്ചി നമുക്ക് വേണ്ടി എന്ത് ചെയ്യാത്തത്. കാരണം പുള്ളിക്കാരത്തി എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ദൈവത്തെ ഫുള്ളി ഒബേ ചെയ്തേ പറ്റത്തുള്ളൂ. നത്തിങ് എൽസ്. ഒരു മനുഷ്യനും കയ്യോ കാലോ അനക്കണമെങ്കിൽ ആരുടെ ഉത്തരവ് വേണം? ദൈവം. കാരണം ഈ സ്പിരിച്വൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ളത് ഫുള്ളി ഒബീഡിയൻസ് ആണ്. അപ്പോൾ ഈ ദൂതന്മാരുടെ പ്രത്യേകത, അവരും ആര് തന്നെ ആയിരിക്കും? പൂർണ്ണമായിട്ട് അനുസരണമുള്ളവർ. ദൈവം അയക്കാതെ ആർക്കും പോകുവാൻ സാധ്യമല്ല.
ഒരു വാക്കും കൂടെ ഇതിനകത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം അയക്കാതെ പോകുവാൻ സാധ്യമല്ലെങ്കിൽ ഇന്ന് അനേക ദൈവദാസന്മാരുടെ ഭാഗത്ത് കടന്നു വരുന്നതിന് വലിയ വീഴ്ചയിലേക്ക് ഞാൻ വരികയാണ്. ആ വീഴ്ച എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനപ്രകാരം പറയുന്നു ദൂതന്മാർ ആരാണെന്ന്, സേവകാത്മാക്കൾ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കപ്പെട്ട സെർവൻസ് ആണ് ഈ ദൂതന്മാരെങ്കിൽ എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും? കമാൻഡ് ചെയ്യാൻ പറ്റും, ഇല്ലേ? ഇവിടെ പോ, അവിടെ പോ, ഇവിടെ പോ. എന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, എൻ്റെ കമാൻഡ്മെന്റിനനുസരിച്ച് മൂവ് ചെയ്യുന്നതല്ല ദൂതന്മാർ. അതിന്റെ ഒരു തെളിവിലേക്ക് കൊണ്ടുവരിക ഞാൻ. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 53. മാത്യു 26 വേഴ്സ് 53. മത്തായി 26:53. മത്തായി 26:53. എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗിയോനിലും അധികം ദൂതന്മാരെ എന്റെ അരികിൽ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ. കർത്താവായ യേശു ക്രിസ്തു വാസ്തവത്തിൽ ദൈവം ഈ ലോകത്തിൽ വന്ന് ഒരു പരീക്ഷയിൽ കൂടെ യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ പത്രോസ് ആ മഹാപുരോഹിതന്റെ ദാസന്റെ കാത് വെട്ടി മുറിച്ച് മാറ്റിയപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞൊരു വേർഡാണ് നമ്മൾ വായിച്ചു കേട്ട്. ഇപ്പോൾ യേശു പറയുന്നു, ഇപ്പോൾ തന്നെ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചു കൂടെയോ? എന്താ അപേക്ഷിച്ചുകൂടത്? 12 ലഗ്യോണിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിനാണ്. അപ്പോൾ യേശു ചോദിച്ചിരുന്നുവെങ്കിൽ ഒരു ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 6,000 മിനിമം. അങ്ങനെ 12 ലഗ്യോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72,000 ഏഞ്ചൽസിനെ യേശു ക്രിസ്തുവിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നിർത്തുവാൻ സാധിക്കുമായിരുന്നു. പക്ഷെങ്കിൽ യേശു പറഞ്ഞൊരു വേർഡുണ്ട്, ഇവരെൻ്റെ ശുശ്രൂഷക്കാരെന്നല്ല യേശുവോട് പറഞ്ഞത്. ഞാൻ പിതാവിനോട് എന്ത് ചെയ്താൽ? അപേക്ഷിച്ചാൽ. ദാറ്റ് മീൻസ് ഏഞ്ചലിക് മിനിസ്ട്രി എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം താല്പര്യത്തിന് ഞാൻ കൽപ്പിക്കുന്നതല്ല, അത് ദൈവത്താൽ അയക്കപ്പെടുന്നതാണ്. മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞു വന്ന വേർഡ് മനസ്സിലാകുന്നു? ഏഞ്ചൽസ് എന്ന് പറയുന്നത് ആരാ? അവർ നമ്മുടെ സേവകാത്മാ. പക്ഷെങ്കിൽ എൻ്റെ ഹിതത്തിനനുസൃതമായി ചലിക്കുന്നവരല്ല. ആര്? അപ്പൊ എൻ്റെ ഹിതത്തിനനുസരിച്ച് ചലിക്കുന്ന ആരായിരിക്കും അറിയാമോ? മനസ്സിലായിക്കണോ? അത് എൻ്റെ ഇഷ്ടത്തിനനുസൃതമായി ചലിക്കുന്നത് ദൈവത്തിന് ദൂതന്മാരായിരിക്കത്തില്ല, അശുദ്ധാത്മാക്കൾ. നിങ്ങൾ ഈ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ശൗല് ഒരിക്കൽ ഒരരുളപ്പാട് കിട്ടുവാൻ വേണ്ടി വളരെ ആഗ്രഹിച്ചു. വെളിപ്പാടില്ല, പ്രവാചകന്മാരില്ല, ഒരരുളപ്പാടുമില്ല. പക്ഷേ ഫൈനലി ശൗല് കടന്നു ചെന്ന് ഒരു വെളിച്ചപ്പാടത്തിന് അടുക്കൽ കടന്നു ചെന്നു. ആ വെളിച്ചപ്പാടത്തിനോട് പറഞ്ഞു, എനിക്ക് ഇന്ന പോലെ ഒരാളിനെ നീ വരുത്തി തരണം. ഈ ആളിനെ, എന്നിട്ട് ഈ സ്ത്രീ അവരുടെ മന്ത്രം കൊണ്ട് ആരെ വരുത്തി? നോക്കിയപ്പോൾ ഒരു ശമൂലിനെ പോലെ ഒരാൾ കടന്നു വരുന്നു. ഈ സ്ത്രീ കണ്ടപ്പോൾ നെടുമ്പാട് വീണു. അയ്യോ, വളരെ ശോഭയുള്ള ഒരു മനുഷ്യൻ കടന്നു വരുന്നു. അപ്പോൾ ശൗല് ചോദിച്ചു, എന്താ അവന്റെ പ്രത്യേകത എന്നാ? പ്രത്യേകത പറഞ്ഞപ്പോൾ ശൗല് മനസ്സിലാക്കി, ഇതാരാണ്? ഇത് ശമൂവേൽ പ്രവാചകൻ. എന്നാൽ ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നത്, ഇതാരായിരുന്നില്ല. കാരണം ഈ ഭൂമിയിൽ കിടന്ന് ഒരു വെളിച്ചപ്പാടത്തിൽ ചില മന്ത്രം ചെയ്താൽ അയക്കപ്പെടുന്ന ഒരു വ്യക്തി അല്ല. ആര്? ശമൂവേൽ. കാരണം ഇദ്ദേഹം എവിടെ ഇരിക്കുക? സ്വർഗത്തിൽ. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു സാത്താന്റെ ശക്തി ചില മന്ത്രമോ തന്ത്രമോ ചെയ്താൽ മൂവ് ചെയ്യുവാൻ പറ്റുന്ന ഒന്നല്ല ദൈവത്തിന്റെ കരങ്ങൾ. പിന്നെ ആരായിരിക്കും ഈ വ്യക്തി എന്നറിയാമോ? ഈ വ്യക്തി ഞാൻ ആദ്യം പറഞ്ഞു, ഏഞ്ചൽസിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു. ഏഞ്ചൽസും ഡീമൺസിനെ കുറിച്ച് നമ്മൾ വിളിക്കുമ്പോൾ ഏത് രൂപവും അതിന് എടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതാരാ വന്നത്? ഡീമൺ. യെസ്, കേട്ടില്ല? ആര്? അതാണെങ്കിൽ ദൈവത്തിന്റെ പ്രൊട്ടക്റ്റഡ് പ്ലേസ് ആണ്. ദൈവം അവരെ അവിടെ ആക്കി വെച്ചിട്ട് ഹൗസ് അറസ്റ്റ്. പുറത്തുനിന്ന് ഇവർ കാവൽ ചെയ്യുന്ന മാത്രമല്ല, അകത്ത് ഒന്നുമില്ല, അധികാരമില്ല. അത് ദൈവത്തിന്റെ സ്ഥാനമാണ്.
അപ്പോൾ വാസ്തവത്തിൽ ഈ ശമൂവേലിനെ പോലെ വന്നത് ആരായിരുന്നു? പിശാചിന്റെ ദൂതന്മാർ. ഒന്ന് ഓർത്തോളം മരിച്ചുപോയ വല്യപ്പച്ചനോ വല്യമ്മച്ചിയോ വല്ല പൊങ്ങി വരുന്നെങ്കിൽ അത് വല്യപ്പച്ചനും വല്യമ്മച്ചി ആയിരിക്കത്തില്ല, പിന്നെ ആരായിരിക്കുമെന്നറിയാം? അക്സെപ്റ്റ് ചെയ്യരുത്. വേഷം കണ്ടു കഴിഞ്ഞാൽ വല്യപ്പച്ചൻ. കഴിഞ്ഞ ദിവസം ഞാൻ ഷാദി ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് എന്നെ അടുത്ത ദിവസം ഒരു ദിവസം ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിൽ ഒരു സംഭവം നടന്നു, ഞങ്ങളുടെ വീട്ടിലൊരാൾ വേലയ്ക്ക് നിന്നൊരു പയ്യനുണ്ട്, എൻ്റെ അപ്പൻ മരിച്ചുപോയി അല്പം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ അവിടെ ഇവന് ഏതാണ്ട് പശുവിനെയൊക്കെ കുളിപ്പിച്ച് തിരിച്ച് വീട്ടിലൂടെ വന്നു കഴിഞ്ഞ് ഈ പയ്യൻ ഈ പുള്ളിക്കാരത്തിൻ്റെ അമ്മയെ ഒരു വിളിച്ചു. അമ്മയെ വിളിച്ചത് അപ്പം വിളിക്കുന്നത് സെയിം പേരാണ് വിളിച്ചത്. അധികാരം അമ്മ നോക്കിയാണ് ഇത് ആരാ ഈ പേര് വിളിക്കുന്നത്. നോക്കിയപ്പോൾ ഇവിടെ വീട്ടിൽ വിലക്കിക്കുന്ന പയ്യനാ. ഇന്ന ആ പേര് വിളിച്ചിട്ട് അപ്പൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങി. എന്തെല്ലാം മറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ പറഞ്ഞു. എന്നിട്ട് അതിനടുത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ പാസ്റ്റർ എനിക്ക് മനസ്സിലായി ആരാ അവിടോട്ട് വന്നതെന്ന്. ഇങ്ങനെ ആരെങ്കിലും വരുന്നെങ്കിൽ അവരെ വീട്ടിൽ കയറ്റരുത് കേട്ടോ. രാത്രി ഉറക്കത്തിലായിരിക്കാൻ വരുന്നത്, അന്നേരെ ഓടിച്ചോണം. ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യരുത്. പിശാച് പല രീതികൾ ദൈവമക്കളെ വീഴിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞ് അടക്കം കഴിഞ്ഞ് വീട്ടിൽ വന്ന് രാത്രി കിടന്നു, ഏതാണ്ട് വെളുപ്പിനെ 2 മണിയായി. എൻ്റെ കുഞ്ഞ് മുമ്പിൽ വന്ന് നിൽക്കുക, കളിക്കുക, ചിരിക്കുക. ഞാൻ ദുബായിലായിരുന്നപ്പോൾ എക്സാക്ട്ലി ഐ എം ഫീലിംഗ്. ആദ്യത്തെ ദിവസം എനിക്ക് വളരെ സന്തോഷം തോന്നി, എന്നാൽ ഉള്ളിലൊരു പ്രയാസം തോന്നി. രണ്ടാമത്തെ ദിവസം എക്സാക്ട്ലി ദ സെയിം ടൈമിൽ അവൻ വന്നു. ഇങ്ങനെ വന്ന് പുറത്തുനിന്ന് ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആ പണ്ടത്തെ ആ ഓർമ്മയിലേക്ക് പോവുക. അന്നും എനിക്ക് എന്തോ ഒരു വിരക്തി പോലെ തോന്നി. മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, ദുഷ്ട പിശാചേ, എൻ്റെ കുഞ്ഞ് മരിച്ച സ്വപ്നത്തിലിരിപ്പുണ്ട്, നിനക്ക് എൻ്റെ മുമ്പിൽ യാതൊരു സ്ഥാനങ്ങളും കൃപയാൽ ഇന്നവരെ വന്നിട്ടില്ല. ആരെ വന്നെന്നറിയാം? അന്ന് ഞാനന്ന് അക്സെപ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ അണ്ടർ പൊസഷനിലായി പോയി. നിങ്ങൾ മനസ്സിലാക്കുന്നു? പിശാച് ഒരു ദൈവമായി തന്നെ വീഴിക്കുവാൻ നോക്കുന്ന പല മേഖലകൾ നമ്മൾ പോലും ചിന്തിക്കത്തില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം സത്യമാണ്, ദൈവം നമുക്ക് ആ സമയാസമയങ്ങളിൽ പരിജ്ഞാനം തരും. ഞാൻ മുമ്പേ ആ ദൈവദാസനെ കുറിച്ച് പറഞ്ഞ പോലെ, കുഞ്ഞെ എൻ്റെ മുമ്പ് വന്നപ്പോൾ എനിക്കൊരു സന്തോഷം എൻ്റെ പുറമെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിരക്തി തോന്നി. 3rd ഡേ ഞാനത് മനസ്സിലാക്കി. ഈവൻ ഞാൻ ഉറക്കത്തില്ല, പക്ഷേ അന്നത്തിന് ശേഷം ഇന്ന് വരെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആരെങ്കിലും ഇങ്ങനെ രാത്രി വല്ലതും വരികയാണെങ്കിൽ കാണാൻ നല്ലതാണെന്നൊന്നും പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യരുത്. യേശുവിൻ്റെ നാമത്തിൽ അതിനെ പ്രതിസരിച്ച് മാറ്റിയേക്കണം. അല്ലെങ്കിൽ യു ബിക്കം എ ഡീമണൈസ്ഡ് പേഴ്സൺ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എന്താ ഈ ഡീമൺസിൻ്റെ, എന്താ ഈ ഏഞ്ചൽസിൻ്റെ പ്രത്യേകത? എന്നാ മൂന്നാമത്തെ പ്രത്യേകത നമ്മൾ കണ്ടത്, ഒരു മന്ത്രത്തിനോ അഥവാ ഒരു മന്ത്രവാദി എഴുത്തി എന്നാൽ വെളിപ്പെടുത്തുവാൻ പറ്റുന്ന ഒന്നല്ല. ആര്? എൻ്റെ വാക്കിൻ്റെ മുൻപിൽ വെളിപ്പെടുന്നതല്ല. ആര്? ദൂതന്മാർ. പിന്നെ ദൂതന്മാർ വെളിപ്പെടണമെങ്കിൽ ഒന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇന്ന് ക്രിസ്തീയ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ദൈവദാസന്മാരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു വലിയ പ്രോബ്ലമാണ് മിനിസ്ട്രിങ് വിത്ത് ഡെഡ് സ്പിരിറ്റ്. എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ആ മരിച്ചുപോയ ആത്മാക്കളുമായിട്ട് ബന്ധപ്പെടുക. ആക്ച്വലി അപ്രകാരം ഒരു വലിയ കോഴ്സ് നിങ്ങൾ ഇൻ്റർനെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കോഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങോട്ട് പോകല്ലേ? ഇവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നത് ഫിസിക്കലി അല്ലെങ്കിൽ മെറ്റീരിയലി മേ ബി പല ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും. എന്നാൽ ഇത് ദൈവമല്ല, ഇത് അശുദ്ധാത്മാക്കളാണ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വളരെ ആവശ്യം. 4, an angel of God will not give you instruction. An angel of God will not give you instructions that deviates
from what already said. Deviate from what already said in God's words. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതിന് ഒരു രീതിയിലും മാറ്റം ദൈവത്തിരദൂതന്മാർ വരുത്തുകയില്ല. വാക്ക് മാറ്റുന്നവരല്ല ആര്? ഗലേഷ്യൻസ് 1:8. ഗലേഷ്യൻസ് 1:8. അവിടെ നമ്മൾ കാണുന്നത് എന്ത് കാണുന്നു? അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വിരുദ്ധമായി വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ. അപ്പോൾ ദൂതന്മാർക്ക് എന്താ പറയാൻ പറ്റും? അതാ മറ്റേ ആ സ്ത്രീ പറഞ്ഞത്, അമ്മയെ വർഷിപ്പിക്കാൻ പറഞ്ഞു. പറയാൻ പറ്റും.